അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് വരെ എടുക്കാവുന്നതാണ്. പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ പച്ചമുളകിന്റെ അളവ് കുറച്ചാൽ മതിയാവും. എന്നിട്ട് ഒന്നുകൂടെ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അടിച്ചു പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി അടുത്തതായിട്ട് വേണ്ടത് 2 കോഴിമുട്ട പുഴുങ്ങിയതാണ്. ഇത് ചെറുതായിട്ട് റൗണ്ട് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതാ 2 കോഴിമുട്ടയും റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, അതിന്റെ ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട എല്ലാ ഭാഗത്തും വെച്ചു കൊടുക്കാം. അപ്പൊ ദാ മുട്ട എല്ലാ ഭാഗത്തും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ഇരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി മുട്ട മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. മുകൾ ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കുക. അപ്പോൾ പുഴുങ്ങിയ മുട്ട കട്ട് ചെയ്ത് വെച്ചതിന്റെ മുകളിലായിട്ട് മുട്ടയുടെ ബാറ്റർ കുറച്ച് നമ്മൾ 1/4 ഭാഗം വെച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, ചതച്ച മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ എല്ലാ ഭാഗത്തും വിതറി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലാക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്താലും മതി. അപ്പോ ഇത് മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതിന്റെ ചൂടൊന്ന് മാറണം. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ആ സവാള എല്ലാം ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഞാൻ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ കൂടെ ലാസ്റ്റിൽ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വലിയ ജീരകത്തിന്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്താലും മതി. ഇനി പൊടികളും ഈ തക്കാളിയും ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. തക്കാളി എല്ലാം ഒന്ന് വയന്ന് കിട്ടണം. ഈ ഒരു സമയം കൊണ്ട് ഒരു മിക്സിയിലെ ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് 1 കൈപിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില വേണം എടുക്കാനായിട്ട്. പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 5 വെളുത്തുള്ളി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 10 കശുവണ്ടി പരിപ്പാണ്. 10 ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 എടുക്കാവുന്നതാണ്.
പിന്നെ ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ദാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട അതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിനു ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ വായന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വായന്ന് തക്കാളി ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് വായന്ന് വന്നാൽ മാത്രം മതി. ഇനി നമ്മൾ അരച്ചു വെച്ച മിക്സിലെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് ജാറ് കഴുകിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത അരപ്പിന്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന്റെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പൊ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു കുറുകിയ പാകത്തിനാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പിന്റെ അളവ് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിളച്ച് ഒരു 2 മിനിറ്റ് എങ്കിലും നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരണം. അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും 2 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ മുട്ടയിലൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണം. അപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ മുട്ട മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ ചോറിന്റെ കൂടെ കഴിക്കാം. ഇപ്പൊ എന്തിന്റെ കൂടെയും സൈഡായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും മുട്ട വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്